Now we will discuss the risk and return of a portfolio. So I already told you what is a portfolio. It's like a basket of your investment avenues in what all things you kind of invest. So that basket of your investments are called portfolio. So there can be many shares in the portfolio. So how will you actually calculate the risk and return of a portfolio is the next question. So the first person who made some studies in this area was Markowitz. So this person is very important in this area. So he said, if suppose we are only concerned about returns, what will we do? We will invest in those investments or those assets which will give you maximum returns. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് നമ്മൾ റിട്ടേൺസിനെ കുറിച്ച് മാത്രമേ കൺസേൺഡ് ആയിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നമുക്ക് എന്താണ് തരുന്നത്, ആ അസറ്റ്സിൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ റിട്ടേൺസ് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, റിസ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമുക്കറിയാം റിസ്ക്കും റിട്ടേണും തമ്മിലൊരു ബന്ധമുണ്ടെന്ന്. അപ്പോൾ നമ്മൾ റിസ്ക്കും കൂടി കൺസിഡർ ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെയാണ് ഒരു പോർട്ട്ഫോളിയോ ഓഫ് അസറ്റ്സ് പിന്നെ ഓൺ ചെയ്യേണ്ടത്? അതായത് റിസ്ക് മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്ത് റിട്ടേൺ മാക്സിമം ആക്കുന്നത് പോലെയുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒരുപാട് പിന്നെ ഷെയർസ് ഉള്ള ഒരു പോർട്ട്ഫോളിയോ ആകുമ്പോൾ ചിലതിലുള്ള റിസ്ക് പിന്നെ ചില ഷെയർസിൻ്റെ റിസ്ക് മറ്റു ചില ഷെയർസിൻ്റെ റിസ്ക് നള്ളിഫൈ ചെയ്ത് അങ്ങനെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ലോസ് വന്നാലും അത് മറ്റൊരു ഭാഗത്തെ പിന്നെ പ്രോഫിറ്റ് കൊണ്ട് അതില്ലാതാക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള പോർട്ട്ഫോളിയോ, അതായത് മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ. ദാറ്റ് ഈസ് വി ഹാവ് ടു ടേക്ക് ഇൻ ടു consideration both return as well as risk when you talk about a portfolio. So how do you actually calculate a return of a portfolio? So that is what is given in there. Okay, so what is a return of a portfolio? It is simply the weighted average of returns of the securities in a portfolio. ഇപ്പോൾ ഒരു പോർട്ട്ഫോളിയോയിൽ I is equal to T to N. Sorry, I is equal to, is it I or T? It is I. I is equal to 1 to N. അതായത് 1 to N നമ്പർ വരെയുള്ള ഷെയർസ് ഉള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. അതിൻ്റെ റിട്ടേൺ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അറ്റ് എ പീരീഡ് ടി എന്ന് പറയുന്നത് ടൈം പീരീഡാണ്. അപ്പോൾ RIT എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ അസറ്റ് I. ആ I എന്ന് പറയുന്നത് 1 to N നമ്പറിലുള്ള ഏത് ഷെയർസ് വേണമെങ്കിലും ആവാം. അപ്പം RIT, റിട്ടേൺ ഓൺ ദി അസറ്റ് I അറ്റ് ദ പീരീഡ് T. WIT എന്താ? ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ WIT വിച്ച് ഈസ് ദ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു പോർട്ട്ഫോളിയോ ആണ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ആ പോർട്ട്ഫോളിയോനൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ആ പോർട്ട്ഫോളിയോയിൽ കുറേ ഷെയർസ് ഉണ്ടാവും. ആ ഷെയർസിനെല്ലാം കൂടി ആ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ദി എൻറ്റയർ പോർട്ട്ഫോളിയോ. ഓക്കെ, അതുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ വാട്ട് ഈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി I അസറ്റ്? അതിനെയാണ്, അതായത് I അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി എൻറ്റയർ പോർട്ട്ഫോളിയോ. ദാറ്റ് ഗിവ്സ് യു ദ വെയ്റ്റ് ഓഫ് ദാറ്റ് അസറ്റ്. അപ്പോൾ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് റിട്ടേൺ ഓൺ ദാറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ റിസ്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു വേരിയൻസ് ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ദ ബെസ്റ്റ് ടൂൾ ഫോർ കാൽക്കുലേറ്റിംഗ് ദ റിസ്ക് ഓൺ എ പെർട്ടിക്കുലർ അസെറ്റ്. സോ ഇവിടെ വേരിയൻസ് ഓഫ് ദ പോർട്ട്ഫോളിയോ പഠിക്കുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്താണ്? അതിനകത്ത് മോർ ദാൻ വൺ അസറ്റ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഇഫ് ദർ ആർ 2 assets, ഹൗ ദേ ആർ റിലേറ്റഡ്, അവരുടെ റിട്ടേൺ എന്തെങ്കിലും പ്രകാരം പിന്നെ എന്താണ് റിലേറ്റഡ് ആണോ എന്നുള്ളതും കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സംടൈംസ് ദ റിട്ടേൺ ഓഫ് വൺ പെർട്ടിക്കുലർ അസറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിട്ടേൺ ഓഫ് ദി അതർ.
അത് രണ്ടും ഒരേ ഡയറക്ഷനിൽ, അതായത് ഒരെണ്ണത്തിൻ്റെ കൂടിയ മറ്റതും കൂടും, ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് ഒരു റിലേഷൻ ഉണ്ടാവും. ചിലതിന് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും, ഒന്ന് ഹയർ ആകുമ്പോൾ മറ്റത് ലോവർ ആവുന്ന ഒരവസ്ഥയായിരിക്കും. ചിലത് തമ്മിൽ അതിൻ്റെ റിട്ടേൺസ് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല, 0 ആയിരിക്കും അതിൻ്റെ കൊവേരിയൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊവേരിയൻസും കൂടി പിന്നെ എടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വേരിയൻസ് ഓഫ് എ പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു എന്താണ്, സമേഷൻ. ഇപ്പോൾ INJ എന്ന് പറഞ്ഞ 2 അസറ്റ്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് 1 to n ഒബ്സർവേഷൻസ്. അതിൽ കൊവേരിയൻസ് ഓഫ് IJ ഇൻറ്റു വെയ്റ്റ് ഓഫ് I ഇൻറ്റു വെയ്റ്റ് ഓഫ് J. ഇത് ചെയ്താലാണ് നമുക്ക് വേരിയൻസ് ഓഫ് ദി പോർട്ട്ഫോളിയോ കിട്ടുന്നത്. അപ്പോൾ ഈ കൊവേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെയും റിട്ടേൺ ഏത് ഡയറക്ഷനിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് കാണിക്കുന്നതാണ് കൊവേരിയൻസ്. അപ്പോൾ ആ കൊവേരിയൻസ് അറിയാമെങ്കിൽ ഫ്രം ദാറ്റ് യൂസിങ് ദിസ് പെർട്ടിക്കുലർ ഫോർമുല, ദാറ്റ് ഈസ് കൊവേരിയൻസ് IJ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് I ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് J നമ്മൾ ചെയ്യുകയാണെങ്കിൽ വാട്ട് യു ഗെറ്റ് ഇസ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ. എങ്ങനെയാണ് ഈ ഇത് തമ്മിൽ പിന്നെ എന്താണ് സേ ഫോർ എക്സാമ്പിൾ റിലേറ്റഡ് ആയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ചില സമയത്ത് -1 ആയിരിക്കും, ദാറ്റ് ഈസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ചിലപ്പോൾ +1 ആയിരിക്കും, ദാറ്റ് ഷോസ് പോസിറ്റീവ് റിലേഷൻഷിപ്പ്. 0 ആണെങ്കിൽ ദർ ഇസ്